ഹായ് മലയാളീസ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ റിയാസ് സലീമിനെ എല്ലാവർക്കും അറിയാം. പുള്ളിക്കാരനെ കാണുമ്പോൾ തന്നെ വലിയ മേക്കപ്പിലൊക്കെ നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യുന്ന ആളാണ്. എസ്പെഷ്യലി അദ്ദേഹത്തിന്റെ ലിപ്സ്റ്റിക് ഇല്ലേ, ഒരു റീൽസ് വീഡിയോയിൽ എപ്പോഴും കാണും. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ചെയ്ത പല ചാനലുകാരുടെ തമ്പനിയിൽ തന്നെ ഇട്ടിരിക്കുന്ന ഒരു ക്യാപ്ഷനാണ്, ഇനിയിപ്പോ ആശാന് ജയിലിൽ കുത്തിയിരുന്ന് ലിപ്സ്റ്റിക് ഇടാമെന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇനി എന്തിനാണെന്നല്ലേ ഈ ഒരു വിഷയം വന്നതെന്ന് വെച്ചാൽ, ഇന്ത്യ പാകിസ്ഥാൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ ഫേക്ക് ന്യൂസ് ഷെയർ ചെയ്ത് തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിച്ചു. അതാണ് മെയിൻ കാരണം. നമുക്ക് എന്തായാലും അതിലേക്ക് വരാം. അതിനു മുൻപ് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിന് കരാറായിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. ഇനി എന്തായാലും അങ്ങോട്ട് രക്തച്ചൊരിച്ചിലൊന്നും ഇല്ലാതെ തന്നെ ഈ രീതിയിൽ കാര്യങ്ങളെല്ലാം അവസാനിക്കുകയാണെങ്കിൽ അത് അവസാനിക്കട്ടെ അല്ലേ. എന്തായാലും ഇതോടുകൂടിയെങ്കിലും പാകിസ്ഥാൻ ഒരു പാഠം പഠിക്കട്ടെ. ഇവിടെ പാകിസ്ഥാന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ, രാജ്യം പരമദാരിദ്ര്യത്തിലൂടെ പോവുകയാണെങ്കിലും അതിനേക്കാളും ഇവന്മാരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയെ എങ്ങനെയെങ്കിലും ചൊറിയാം എന്നുള്ളതാണ്. വർഷങ്ങളായി ഈ പാകിസ്ഥാൻകാർ ഇവർ ഇത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഒരു 2000 മുതൽ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഈ ഒരു ആറാമത്തെ തവണയാണ് പാകിസ്ഥാൻ ഭീകരന്മാർ ഇന്ത്യയെ ചൊറിയുന്നതും. അതിൽ 3 തവണ മിണ്ടാതിരുന്നു. ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, അല്ലെങ്കിൽ കലഹങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഇത് മിണ്ടാതിരുന്നത്. എന്തായാലും അത് വിരളമായി കൊണ്ട് തന്നെ ഇവർ വീണ്ടും ആക്രമിക്കാനും തുടങ്ങി. പിന്നെ അതുകൊണ്ട് മിണ്ടാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. അതായത് 3 തവണ മാക്സിമം ആണ്. 3 തവണ എന്തായി, ഇന്ത്യ തിരിച്ച് നല്ലോണം അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തു. അതോടെ അവന്മാർക്ക് തൃപ്തിയായി കാണുമെന്ന് വിചാരിക്കുന്നു. തൃപ്തിയായാൽ അത്രയും നന്ന്. അല്ലെങ്കിൽ ഇനിയും ഇന്ത്യയെ ചൊറിയാൻ നിന്ന് കഴിഞ്ഞാണെങ്കിൽ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യമായി കണ്ടുകൊണ്ട് പ്രതികരിക്കുമെന്നുള്ളതാണ് ഇന്ത്യ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കാര്യങ്ങളൊന്നും യുദ്ധങ്ങളിലേക്കൊന്നും എത്താതിരിക്കട്ടെ, അത്രയേ നമുക്ക് പറയാനുള്ളൂ. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. വിഷയം എന്ന് പറയുന്നത്, ഈ റിയാസ് സലീം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഏതോ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഏതോ ഒരു പാകിസ്ഥാന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ നിന്നുള്ള ഒരു ഫേക്ക് ന്യൂസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ആക്രമണത്തിൽ സാധാരണക്കാരായിട്ടുള്ള 2-3 പാകിസ്ഥാനികൾ കൊല്ലപ്പെട്ടു എന്നുള്ള രീതിയിലായിരുന്നു. എന്നാൽ ആ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തത് മാത്രമല്ല, അതിന്റെ പിന്നാലെ തന്നെ ഒരു അടിക്കുറിപ്പും കൊടുത്തു. ഇങ്ങനെ പാവങ്ങളെ കൊന്നൊടുക്കിയിട്ട് എന്ത് കാര്യം എന്നുള്ള രീതിയിലായിരുന്നു. ഇത് കാണുന്ന നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള മലയാളികൾ അങ്ങനെ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കാരണം അത്തരത്തിലുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് റിയാസ് ഇവിടെ ഷെയർ ചെയ്തത്. മലയാളികൾ അങ്ങനെ ചുമ്മാ ഇരുന്നില്ല, കേറി അങ്ങ് പണി കൊടുത്തു. അതും തലങ്ങും വിലങ്ങും റിയാസ് സലീമിന്റെ തെറിവിളിയും കേൾക്കാൻ തുടങ്ങി. അതിന്റെ ഒരു കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ഈ ഒരു റിയാസ് സലീമിനെതിരെ റിയാക്ഷൻ വീഡിയോ ചെയ്ത് രംഗത്ത് വരികയും ചെയ്തു. ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയ ഒരു വീഡിയോ ആണ് സനൂപ് എന്ന് പറയുന്ന ഒരാൾ വീഡിയോ ചെയ്ത ഒരാൾക്ക്. അയാൾക്ക് 2 മില്യൺ വ്യൂസ് കയറി. അതായത് റിയാസ് സലീമിനെ ആ ഒരു 2 മില്യൺ വ്യൂസ് കയറിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് റിയാസ് സലീം പറഞ്ഞ കാര്യത്തിനോട് എതിർത്തു. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് അത്രയും റീച്ച് കിട്ടിയത്. റിയാസ് സലീമിന് ഇത് കണ്ടപ്പോൾ അങ്ങ് സഹിച്ചില്ല. പുള്ളിക്കാരൻ എന്ത് ഈ സനൂപിന് ഒരു മെസ്സേജ് അയക്കുകയും ചെയ്തു. അതായത് ഇനി എന്റെ പേരും വെച്ചുകൊണ്ട് ഒരുത്തനും റീച്ച് ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് റിയാസ് സലീം ഒരു ഭീഷണിയുമായിട്ട് സനൂപ് എന്ന് പറയുന്ന ആൾക്ക് മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് ഇങ്ങനെയാണ് കേട്ടോ: I get it. Using my name is the easiest way for you to hit that 1 million views mark every time. Go ahead, make it. That's all you have got. But the moment you cross the line into me on anyone else, just know there will be a consequences. You clearly have no shame using someone's dignity for reach, and indeed, I will be filing a cyber complaint against you. Feel free to use this message too. I am sure you will find a way to feed off my fame again. അതായത് റിയാസ് സലീം പറയുന്നത് എന്താണ്, എന്റെ പേരും വെച്ച് നീ 1 മില്യൺ അടിക്കുമല്ലടാ എന്നുള്ള രീതിയിലാണ്. ഇനി മേലാൽ എന്റെ പേരും വെച്ച് വീഡിയോ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതിന്റെ അനന്തരഫലം നീ അനുഭവിക്കും. അല്ലെങ്കിൽ നിനക്കെതിരെ സൈബർ കേസ് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ തന്നെയാണ് റിയാസ് സലീം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ വീഡിയോ റിയാസിന്റെ നന്നായിട്ട് പൊള്ളി എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജോടുകൂടി തന്നെ നമുക്ക് മനസ്സിലായല്ലേ. ഒരു കാര്യം ഒന്ന് ഓർത്തു നോക്കി, റിയാസ് സലീം ഇത്തരത്തിലുള്ള ഒരു ഫേക്ക് ന്യൂസ് ഷെയർ ചെയ്തപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ റിയാസ് സലീമിനെ വെറുത്തു. അതുകൊണ്ട് തന്നെയാണ് റിയാസ് സലീമിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്ത ആളിന് അത്രയും വ്യൂസ് ചെയ്തത്. അദ്ദേഹത്തിന്റെ കമന്റ് ബോക്സിൽ നോക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു സപ്പോർട്ടീവ് കമന്റ് പോലും റിയാസിനെതിരെ ഇല്ല. എല്ലാം തെറിവിളികൾ മാത്രമാണ്. അപ്പോ ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഈ റിയാസിനെതിരെ സംസാരിച്ചവന് ആളുകളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, അതായത് റിയാസിനെതിരെ തെറിയുമാണെങ്കിൽ, അപ്പൊ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ള മനസ്സിലായില്ലേ. ഇനി എന്തായാലും ഈ ഒരു സനൂപിനെതിരെ എത്ര ചൊറിഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല എന്ന് തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും തനിക്കെതിരെ വീഡിയോ ചെയ്തവനോട് കേസ് കൊടുക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ പോയ റിയാസ് സലീമിനെതിരെ കേസ് വന്നെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പാകിസ്ഥാൻ വിഷയവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലേഡി ഇപ്പോൾ റിയാസ് സലീമിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്.
ആ കേസ് കൊടുത്ത ലേഡിയുടെ ഒരു വോയിസ് റെക്കോർഡ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു വോയിസ് റെക്കോർഡ് ഒന്ന് കേട്ടു നോക്കാം. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു എന്റെ ഫ്രണ്ട് അവളെനിക്ക് റിയാസിന്റെ സ്റ്റോറി ഇങ്ങനെ അയച്ചതായിരുന്നു. അവനെന്ത് ഇങ്ങനെ റിയാക്ട് ചെയ്തത് എന്ന് ചോദിച്ചിട്ട് എനിക്ക് അയച്ചത്. ഞാൻ ആദ്യം ഷോക്കായിപ്പോയി. എല്ലാവരും പ്രൗഡായിട്ട് നിൽക്കുന്ന ഒരു മൊമെന്റില് ഞാൻ ഒട്ടും പ്രൗഡല്ല, ഐ എം നോട്ട് പ്രൗഡ് ഓഫ് മൈ കൺട്രി എന്ന് പറഞ്ഞിട്ട് പറയുന്നു. അത് കഴിഞ്ഞിട്ട് അൺവെരിഫൈഡ് ആയിട്ടുള്ള ന്യൂസ്, അതായത് പാക് ചാനലുകളിൽ വന്നിട്ടുള്ള 10-15 പേര് മരിച്ചു, അതിൽ 2 കുട്ടികളുണ്ട്, ബാക്കിയെല്ലാം സിവിലിയൻസ് ആണ് എന്നുള്ള രീതിയിൽ ആദ്യത്തെ അറ്റാക്ക് നടന്ന സമയത്തുള്ള കാര്യം പറയുന്നു. അത് ടോട്ടലി അൺവെരിഫൈഡ് ആയിട്ടുള്ള ന്യൂസ് ആണ്. ഒരു ചാനലിൽ ഒരു ന്യൂസ് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അതെങ്ങനെ വെരിഫൈഡ് ആകുക? അത് യുഎൻഒ ആരും ഇവര് പ്രസ് മീറ്റ് ഒന്നും വെച്ച് ഞങ്ങളുടെ തന്നെ ആൾക്കാരെ മരിച്ചു പോയതൊന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് അൺവെരിഫൈഡ് ആയിട്ടുള്ള ന്യൂസ് ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശം ഉണ്ട്. അങ്ങനെ ഒരു ന്യൂസ് ഷെയർ ചെയ്തിട്ട് അതിന്റെ താഴെ ഞാൻ ഒട്ടും പ്രൗഡല്ല, മരിച്ചുപോയത് ആരൊക്കെയായിരുന്നു ആ സമയത്ത്? ഏറ്റവും വലിയ ഭീകരവാദിയായ നമ്മുടെ താജ് ഹോട്ടലിന്റെ അതിന്റെ എല്ലാത്തിന്റെയും പിന്നിലെ ഭീകരപ്രവർത്തകനായ അയാളുടെ കുടുംബത്തിലെ 10ഓളം ആൾക്കാരെ മരിച്ചു. ഒരു ഭീകരവാദിന്റെ ഫാമിലി മെമ്പേഴ്സ് എന്താ പറയുക, പുണ്യാവന്മാരായിരിക്കും, അവരും ടെററിസ്റ്റ് തന്നെയായിരിക്കും. അവര് മരിച്ചതിന് ഇവന് വലിയ സങ്കടം. അത് കണ്ടപ്പോ എനിക്കത് സഹിച്ചില്ല. പിന്നെയും ഞാൻ പറഞ്ഞു നോക്കി അവനോട്, ഇങ്ങനെയല്ല അതിന്റെ യാഥാർത്ഥ്യം, ഇതല്ല അതിന്റെ സത്യം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നോക്കി. അപ്പോഴാണ് അവനൊരു സ്റ്റോറി വീഡിയോ ആയിട്ട് ഇട്ടത്. എന്റെ 2 കാര്യങ്ങൾ ഒന്നിച്ച് പറയുകയാണ് ചെയ്തത്. ഫിൽറ്റർ ഇട്ടാൽ നിങ്ങൾക്കൊക്കെ ചൊറിയുമല്ലോ, അങ്ങനെയെല്ലാം ചോദിച്ചിട്ട് ഒരു സ്റ്റോറി ഇട്ടു. അതിനൊപ്പം പറഞ്ഞു എനിക്ക് എന്നെ ഇതൊന്നും ബാധിക്കുന്നതല്ല എന്നുള്ള രീതിയിൽ എന്തെല്ലാം മുഖ്യം അവന്റേതായ രീതിയിൽ അവൻ പറഞ്ഞ് ഇതാക്കി. അത് കഴിഞ്ഞ് പിന്നെ അവന് കുറെ സൈബർ അറ്റാക്ക് വരാൻ തുടങ്ങിയപ്പോ അവൻ ലാസ്റ്റ് ഒരു സ്റ്റോറി ഇട്ടു. അതവൻ ഇട്ട് ഒരു വിത്തിൻ സെക്കൻഡ്സ് ഓർ വിത്തിൻ മിനിറ്റ്സ് ആണ് അത് ഡിലീറ്റ് ചെയ്ത്. എനിക്കത് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റിയത്. അവൻ പറഞ്ഞത് നിങ്ങളുടെ എല്ലാം മൂട്ടിൽ വന്നൊരു ബോംബ് പൊട്ടുമ്പോഴേ നിങ്ങളൊക്കെ പഠിക്കത്തുള്ളൂ, ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറി ഇട്ടു. അത് കണ്ടപ്പോ എനിക്ക് നല്ലോണം ദേഷ്യം വന്നു. ഇങ്ങനെയൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഇരുന്നിട്ട് നമ്മുടെ നാടിനെ തന്നെ തരം താഴ്ത്തുന്ന രീതിയിൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോ ബഹുമാനപ്പെട്ട മോദി സാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് രാജ്യദ്രോഹമാണെന്നുള്ളത്. അപ്പോ അത് കംപ്ലൈന്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. പിന്നെ എന്താണ് അതിനുള്ള വഴികൾ നോക്കി. പിന്നെ ഞാൻ സൈബർ സെല്ലിലേക്ക് ആദ്യം കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു. സൈബർ സെല്ലിൽ രജിസ്റ്റർ ചെയ്തിട്ട് കാര്യമില്ല, അത് കുറച്ച് ലേറ്റ് ആവുന്ന കണ്ടപ്പോ ഞാൻ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിലേക്ക് ഒരു ഇമെയിൽ അയച്ചു. ഈ കംപ്ലൈന്റ് ചെയ്ത അതിന്റെ കോപ്പി എല്ലാം വെച്ച് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ഇമെയിൽ അയച്ചു. ഇപ്പൊ കേസ് മുന്നോട്ട് ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നോക്കാം, നമുക്ക് കുറച്ച് ടൈം എടുക്കും. എന്നാലും ഇങ്ങനെയുള്ളവരൊന്നും വെറുതെ വിടാൻ പാടില്ല. ഇവർക്ക് എന്ത് വേണമെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പറയാന്നുള്ള തോന്നലുള്ള ആൾക്കാർ. ഇങ്ങനെയുള്ളവരൊന്നും വെറുതെ. ഇതാണ് ആ ഒരു വോയിസ് റെക്കോർഡിൽ പറയുന്നത്. കുറച്ച് ക്ലാരിറ്റി കുറവാണ്, എന്നാലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ പാകിസ്ഥാനോടുള്ള ഇന്ത്യയുടെ തിരിച്ചടിയിൽ 2-3 സാധാരണക്കാരായിട്ടുള്ള പാകിസ്ഥാൻ കൊല്ലപ്പെട്ടു എന്നുള്ള ഫേക്ക് ന്യൂസ് റിയാസ് സലീം ഷെയർ ചെയ്തു. അത് നമ്മൾ കണ്ടതാണല്ലോ. അതുമായി ബന്ധപ്പെട്ട് റിയാസ് സലീമിന് എതിർപ്പുകൾ വന്ന സമയത്ത് റിയാസ് സലീം അതിലെ പ്രൊവോക്ഡ് ആയത് ദേഷ്യപ്പെട്ട് അടുത്ത ഒരു സ്റ്റോറി അങ്ങ് ഇട്ടു. എന്താണെന്നറിയാമോ? നീയൊക്കെ നോക്കിയിരുന്നു, നിന്റെയൊക്കെ മൂട്ടിലൊക്കെ ബോംബ് വന്ന് വീഴുമ്പോൾ നോക്കിക്കോ പഠിക്കും, ഐ ആം വെയിറ്റിംഗ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു പോസ്റ്റ്. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ സ്റ്റോറി ഡിലീറ്റ് ആക്കി കേട്ടോ. എന്തായാലും ആ ഒരു ഫേക്ക് ന്യൂസ് ഷെയർ ചെയ്ത് അതിനുശേഷം ഈ ഒരു സ്റ്റോറിയും കൂടി കണ്ടതുകൂടിയാണ് ഈ ഒരു കേസ് കൊടുത്ത ലേഡിക്ക് ശരിക്കും പറഞ്ഞ ദേഷ്യം വന്ന് കയറിയത്. അങ്ങനെ ഇവരെ ആ ഒരു സൈബർ സെല്ലിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുകയും ചെയ്തു. മാത്രമല്ല മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൽ ഒരു ഇമെയിലും അയച്ചു. അതായത് റിയാസ് സലീമിന്റെ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അത് ഫോർവേഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ലേഡി പറയുന്നത്. മിക്കവാറും നമുക്ക് ഈ ഒരു ലേഡി പറയുന്ന വെച്ച് നോക്കുമ്പോൾ റിയാസ് സലീം ഇവിടെ പെടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പലരും റിയാക്ട് ചെയ്യുന്നുണ്ട്. പലരും പറയുന്നതും പല രീതിയിൽ, അതായത് ചോറ് ഇവിടെ നിന്ന് തിന്നിട്ടും പോറ് പാകിസ്ഥാനോടാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ 2 രാജ്യങ്ങൾ തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നതിനോടും രക്തം ചെയ്യുന്നതിനോടും ഒന്നും താല്പര്യമില്ല. അതായിരിക്കാം റിയാസ് സലീം ഉദ്ദേശിച്ച് അവർ പോസ്റ്റ് ഇട്ടത്. മാത്രവുമല്ല, യുദ്ധം വന്നു കഴിഞ്ഞാണെങ്കിലും അത് സാധാരണക്കാരൻ നല്ല രീതിയിൽ എഫക്ട് ചെയ്യുമെന്നുള്ള ഒരു പേടിയും റിയാസ് സലീമിനുണ്ട്. റിയാസിന് മാത്രമല്ല ഒട്ടുമിക്ക ആളുകൾക്കും അങ്ങനെ ഒരു സംശയമില്ലാതെ ഇല്ല.
പക്ഷേ റിയാസ് സലീമിനെ ഡയറക്റ്റ് ആയിട്ട് തന്നെ തന്റെ അഭിപ്രായം എന്താണെന്ന് വ്യക്തമാക്കി തന്നെ പറയാമായത്. ഈ യുദ്ധത്തിലേക്കൊന്നും വരാതെ യുദ്ധത്തിൽ വരുന്ന ആ ഒരു കോൺസിക്വൻസ്, അതായത് സാധാരണക്കാരെ ബാധിക്കും എന്നുള്ള രീതിയിൽ റിയാസ് സലീമിന് അങ്ങ് സ്റ്റോറി ഇട്ടാൽ മതിയായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ന് റിയാസ് സലീമിനെ തെറി പറയുന്ന ആളുകൾ ഇന്ന് റിയാസിനെ കൈയടിക്കുമായിരുന്നു. പക്ഷേ റിയാസ് ചെയ്തത് ഇതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യമായിരുന്നു അല്ലെ. എവിടെ നിന്നോ കിട്ടിയ ഒരു ഫേക്ക് ന്യൂസ് എടുത്ത് ഷെയർ ചെയ്തു. ആ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഷെയർ ചെയ്തത് കൊണ്ട് തന്നെ അതിന്റെ താഴെ അത്തരത്തിലുള്ള ഒരു ഒരു ക്യാപ്ഷനും കൂടെ കൊടുത്തപ്പോഴത്തേക്കാണ് ശരിക്കും പറഞ്ഞാൽ മലയാളികൾക്ക് അത് ചൊറിഞ്ഞു കയറിയതും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തത് വളരെ ഒരു തെറ്റ് തന്നെയാണല്ലേ. ഈ രീതിയിലല്ലായിരുന്നു റിയാസ് തന്റെ നിലപാട് പ്രകടിപ്പിക്കേണ്ടതായിരുന്നത്. എന്തായാലും ഈ ഒരു സ്റ്റോറി കണ്ടതോടുകൂടി തന്നെയാണ് ഏതൊരു ഇന്ത്യക്കാരനും ശരിക്കും പറഞ്ഞാൽ ദേഷ്യം വന്നത് തന്നെയാണ്. അല്ലെങ്കിൽ ഇത്തരത്തിൽ റിയാസിന് ഒരു സൈബർ അറ്റാക്ക് ഉണ്ടാകാൻ ചാൻസ് ഇല്ലായിരുന്നു. കാരണം റിയാസിന്റെ ആ ഒരു പോസ്റ്റും അതിനടിയിലുള്ള ഒരു ക്യാപ്ഷൻ തന്നെയായിരുന്നു വലിയ രീതിയിലുള്ള ഒരു സൈബർ അറ്റാക്ക് ഈ ഒരു ബിഗ് ബോസ് താരത്തിന് കിട്ടിയതും. പക്ഷേ റിയാസ് സലീം താൻ ചെയ്തത് ഒരു ഫേക്ക് ന്യൂസ് ആണ്, അല്ലെങ്കിൽ താൻ ഷെയർ ചെയ്തത് ഒരു ഫേക്ക് ന്യൂസ് ആണ് എന്നുള്ള കാര്യം ഇതുവരെയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ അത് സമ്മതിച്ചിട്ടില്ല. കാരണം ഒരു തെറ്റ് ചെയ്തിട്ട് ആ ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യുന്ന സ്വഭാവം പണ്ടേ റിയാസിന് ഇല്ലല്ലോ. അത് നമ്മൾ ആ ബിഗ് ബോസ് ഒരു സീസണിൽ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ്. എന്തെങ്കിലും ഒരു തെറ്റ് തന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കുന്നവരെ റിയാസിന് ഒട്ടും ഇഷ്ടമല്ല. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചതും. തന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് സംസാരിച്ചവർ ഏറ്റവും റീച്ച് കിട്ടിയ ഒരുത്തിനെ കയറി അങ്ങ് ചൊറിഞ്ഞു. അവന്റെ മേലിൽ അങ്ങ് കുതിരയും കയറി. ലാസ്റ്റ് ഇപ്പൊ എന്തായി? റിയാസിന് തന്നെ അത് പണിയായി. റിയാസിനെതിരെ പലതര കേസുകളും വന്നു. ഇതിന്റെയൊക്കെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നോ? എന്തായാലും വിളിച്ചു വരുത്തിയ ഒരു പണി തന്നെയാണ് കിട്ടിയതെന്ന് വേണം പറയാം.